അവിടെ നിക്കടാ. എവിടേക്കാ നീ കയറി പോന്നെ? പുറത്തു പോ. അപ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. അവൻ അഭിയെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഓഹോ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ദേവന്റെ സംസാരം കേട്ട് അഭിനവന് ദേഷ്യം വന്നു. ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ്, ഇവിടെ എന്താ നടക്കുന്നേ? അബി എന്റെ കൂടെ വന്നതാ. യു വാണ സേ സംതിങ്? ദേവനിപ്പോ പോ. അബി എന്റെ കൂടെ വരൂ. ദേവൻ ഒരു നിമിഷം അപമാനിതനായ പോലെ തോന്നി. അന്ന് പാർട്ടിയിൽ വച്ചും പിന്നെ ഇപ്പോഴും ദേവൻ അബിയുടെ മുന്നിൽ തോൽക്കേണ്ട അവസ്ഥ വന്നു.